ഹലോ. അപ്പോഴേ ഇന്ന് നമ്മൾക്കേ ഒരു മീൻകറി ഉണ്ടാക്കിയാലോ. അതും മുളകിട്ട മീൻകറിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. നമ്മളിപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ പോണത് ഒരു 15 പേർക്കുള്ള മീൻകറിയുടെ അളവുകളാണ് ഈ കാണിക്കാൻ പോണത്. അത് നല്ല കുറുകിയ ചാറോട് കൂടിയാണ് ഈ ഒരു മീൻകറി ഉണ്ടാക്കാൻ പോണത്. വളരെ എളുപ്പമാണ് ഈ മീൻകറി ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കേ പരിപാടി ആരംഭിച്ചാലോ അല്ലേ. അപ്പം ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കണുണ്ട്. ഞാൻ വെള്ളത്തിലോട്ട് ലേശം ഉപ്പിട്ടതിന് ശേഷം കേട്ടോ ഓരോന്ന് മീനെടുത്തിട്ടാണ് കഴുകണത്. ഈ കുഞ്ഞു മക്കളെ കുളിപ്പിക്കൂലേ അതേപോലെ കേട്ടോ. കാരണം ഈ പീസ് മീനാകുമ്പോഴേ നന്നായിട്ടൊക്കെ കൈ കൊണ്ട് അലമ്പി കഴുകുമ്പോഴേ അതിൻ്റെ ആ മാംസമൊക്കെ പോകും. അതുകൊണ്ടിട്ട് പയ്യനെ ആയിട്ടാണ് ഞാൻ കഴുകിയെടുത്തത്. ഇപ്പം നമ്മളെടുത്തേക്കണ മീനേ കേര മീനാണ്. എനിക്ക് ഇട്ടേക്കണ കേര വെള്ളക്കേര ഉണ്ടാ. കേര 2 തരത്തിലുണ്ട്, വെള്ളക്കേരയുണ്ട്, കറുത്ത കേരയുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് നമുക്ക് വെള്ളക്കേരയാണ് കിട്ടിയത്. ഇത് കറക്റ്റ് 1 കിലോ ഉണ്ടാണ് കേട്ടോ ഈ ഒരു കേരമീൻ. ഇത് 30 പീസാക്കിയിട്ടാണ് തന്നേക്കണത്. 15 പേർക്കുള്ള കറിയാകുമ്പോൾ 2 കഷ്ണം വെച്ചിട്ടാണ് ഒരാൾക്ക് കൊടുക്കണത്. അപ്പം ഞാൻ ഇതിനായിട്ടൊരു 100 ഗ്രാം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയിട്ടാണ് അരിയണത്. എന്നാൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് സവാള കഴുകിയില്ലേന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്നും നിങ്ങളെ കാണിക്കണ്ടല്ലോ എന്ന് ഓർത്താണ്. അപ്പം ഞാൻ ഈ ഉള്ളി അരിയുമ്പോഴേ വട്ടത്തിൽ അരിയുള്ളൂ മീൻകറിക്ക് അരിയുമ്പോൾ. അതേപോലെ തന്നെ വെളുത്തുള്ളി നീളത്തിലും ഇഞ്ചി നീളത്തിലൊക്കെയാണ് അരിഞ്ഞെടുക്കണം. പിന്നെ പച്ചമുളക് ചെരിച്ച്, പിന്നെ അതേപോലെ തക്കാളി. ഞാൻ ഓരോ സ്റ്റൈലൊക്കെ ഉണ്ട് എനിക്ക് ഈ ഉള്ളിയൊക്കെ അരിയണേൽ. അങ്ങനെയൊക്കെ ഞാൻ വെക്കുള്ളൂ. അപ്പോൾ അതേ നമ്മൾ ചട്ടി അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ അരിയണമെന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഞാനിത് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ടല്ലോ. എന്നിട്ട് ഞാൻ ഈ ഒരു എണ്ണ ഒന്ന് നന്നായിട്ട് ചട്ടിയിലൊന്ന് ചിറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പുക പോലെ പിടിക്കും. അതുകൊണ്ടിട്ടാണ്. ഇനി ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇടണ എന്താണെന്ന് വെച്ചാൽ മീനിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ടാണ് കടുക് കറിയിൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും അതേപോലെ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ തക്കാളിയില്ലേ അരിഞ്ഞ് വെച്ചേക്കണം. അപ്പോൾ ഒരെണ്ണം തക്കാളി എടുത്തത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നന്നായിട്ട് അവിടെ ഇരുന്ന് വഴണ്ടോളും. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. അതേപോലെ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്തൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അപ്പുറത്തെ അടപ്പിൽ വെച്ചിട്ടേ ഇതൊന്ന് വറുത്തെടുക്കാൻ പോണേണ്. ഇത് ഇന്നലെ വൈകുന്നേരം കൊണ്ട് ഈ ഒരു കറി വെച്ചത്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കറി മേടിക്കുമോ മീൻകറി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങളെല്ലാം മീൻകറിയും വൈകുന്നേരം വെച്ചിട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചേട്ടനില്ലേ ഇവിടുത്തെ പാചകം ചെയ്യുന്ന ചേട്ടൻ അയിലക്കറി മുളകിട്ടും വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാനപ്പോർത്ത് ഞാൻ കേരക്കറിയും വെക്കാമെന്നോർത്ത്. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇടത്തെ കൈ കൊണ്ട് ഇട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് പുറത്തേക്ക് പോണ്. അപ്പം ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ഇല്ലേ ഉള്ളിയും ഒക്കെ നന്നായിട്ട് വഴണ്ടി ഇട്ടിട്ടുണ്ട്. എൻ്റെ അടിച്ചെടുത്ത ഈ ഒരു മസാല ഇല്ലേ ഈ ഒരു ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കണത് എന്താണെന്ന് ചോദിച്ചാലല്ലേ കുറുകല്ല കേട്ടോ, കറിക്ക് നന്നായിട്ട് കുറുകൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ച് ചേർക്കണത്. പിന്നെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇതേപോലെ അരച്ചെടുക്കണമെങ്കിൽ ആ ഒരു പച്ച ചുവയൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇതേ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ വരെ ഞാൻ വഴറ്റി കൊടുത്തിട്ടാണ്. അതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഞാൻ ഒരു 4 കഷ്ണം പുളി 1 ഗ്ലാസ് വെള്ളത്തിൽ കീറിയതിന് ശേഷം കുതിരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുളിവെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇത്രയും ചാറിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് തിളക്കാനായിട്ട് ഒന്ന് അനുവദിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് വെട്ടി തിളക്കേണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആ മീൻ കഷ്ണങ്ങളൊക്കെ ഇല്ലേ ഓരോന്നായിട്ട് പിറക്കി വെച്ച് കൊടുക്കാം. അപ്പോഴേ ഒരു പീസ് മീനൊക്കെ ആകുമ്പോഴോ പെട്ടെന്ന് പണി തീർക്കാമെന്നും പറഞ്ഞേ കൈ കൊണ്ട് ഒന്നിച്ചങ്ങോട്ട് വാരിയിടാൻ നിൽക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ തിളക്കണ ചാറാവുമ്പോഴേ ഈ മീൻ കട്ട പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഓരോന്നായിട്ട് പിറക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം
നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റും അതേപോലെ തന്നെ നല്ല കുറുകലൊക്കെ ഉണ്ടായി ആ എണ്ണമയമൊക്കെ പൊന്തി നല്ല ഭംഗിക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നോക്കിയാൽ കറി കറക്റ്റ്. പിന്നെ നമ്മളല്ലേ ഉണ്ടാക്കണത്, അതുകൊണ്ടിട്ട് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് കറക്റ്റായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില പിച്ചിക്കീറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. എണ്ണ ഒഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഇത്തിരിയും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതൊന്ന് ചിറ്റിച്ചതിന് ശേഷം മൂടി വെച്ച് അങ്ങോട്ട് കൊടുക്കണം. കഴിക്കണ സമയത്ത് ഇത് അങ്ങോട്ട് തുറന്ന് നോക്കുമ്പോഴേ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല കറിവേപ്പിലയുടെയും അതേപോലെ പച്ച വെളിച്ചെണ്ണയുടെയും പിന്നെ കറിയുടെ ടേസ്റ്റും മണവും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരം കാണിക്കണതാണ് ഈ ഒരു വീഡിയോ. പക്ഷെ നേരം വെളുത്താവുമ്പോഴേ ഇതിനെക്കാട്ടി നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും നമ്മളുടെ മീൻകറിക്ക് ഉണ്ടാകണത്. കണ്ടോടുകൂടി ഒരു കറിവേപ്പില അവിടെ കിടക്കട്ടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടേ. അപ്പോഴേ ഈ ഒരു കറി ഇന്നലെ വൈകുന്നേരം വെച്ച് ഇന്ന് രാവിലെ മുതൽ എല്ലാവരും പുട്ടിനും അതേപോലെ പൊറോട്ടക്കൊക്കെ കൂട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്ത് തീരുകയും ചെയ്ത്. ഒരു 3 കഷ്ണം ഇത്തിരി ചാറുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്ത് ഇന്ന് വൈകുന്നേരം രാത്രി കൂട്ടാമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടത്. അപ്പോഴേ എപ്പോഴും പറയണ പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. താങ്ക് യു.